ഈ കൃതികളെല്ലാം വായിച്ചു വായിച്ചു നോക്കിയപ്പോൾ അത് ഞാൻ കൂടുതൽ കുഴപ്പത്തില്ല. കാരണം ഈ കൃതികളെല്ലാം വായിച്ച് ഇതില് കുറേ എനിക്ക് വേണ്ട ആ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നിരുന്ന രാജ്ഞികതയ്ക്ക് ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്ന് നിന്റെ ആഭൂതിയങ്ങ് പുനരെങ്ങ് കിടപ്പിതൊർത്താൽ. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലം ബൈഹാർട്ടാണ്, നൂറുകണക്കിന് വരിക. പക്ഷേ ഇപ്പൊ ഇതെല്ലാം കൂടി ഇതിനുള്ളിൽ പോയപ്പോഴേ അന്ന് എനിക്ക് അർത്ഥസമ്പുഷ്ടമായതെന്നും നമ്മുടെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുവാനും നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുവാനും കഴിവുള്ളതെന്നും തോന്നുന്ന പല വരികളും ഇപ്പോൾ അന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മുടെ പ്രായം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അക്വയർഡ് നോളജ്, നമ്മൾ നേടിയെടുത്തിരിക്കുന്ന അറിവ്, ഇതിൻ്റെയൊക്കെ ബേസിലാണല്ലോ നമ്മൾ ആസ്വദിക്കുന്നത്. രചനയേക്കാൾ ക്ലിഷ്ടമായ, രചനയേക്കാൾ പ്രധാനമായ പ്രക്രിയയാണ് ആസ്വാദനം. ആസ്വാദനം ഇല്ലെങ്കിൽ പിന്നെ കവിതയ്ക്ക് എന്താ നിലനിൽപ്പുണ്ടോ? അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഹൗ ടു അപ്രീഷിയേറ്റ് പോയട്രി, ഒരു കവിത എങ്ങനെ ആസ്വദിക്കണം എന്നുള്ളത്. അത് ഏറ്റവും ആ രീതിയിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇതിനെ നോക്കുമ്പോൾ സത്യമായിട്ടും അസാധ്യം എന്നല്ലാതെ ലോക കാവ്യ രംഗത്ത് ലോകത്തിലെ ഷേക്സ്പിയർ അടക്കമുള്ള കവികൾ, ഷെല്ലി അടക്കമുള്ള കവികളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലോക കവികളുടെ നിരയിൽ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ നമ്മുടെ മഹാകവിയാണ് കുമാരനാശാൻ. എന്തുകൊണ്ടും ഭാവനയുടെ ഉത്തുംഗത, സർഗാത്മകതയുടെ മാക്സിമം ആണ്, ഔന്നത്യം. അതുപോലെ നവങ്ങളായിട്ടുള്ള ആശയങ്ങളെ കവിതയിലൂടെ അവതരിപ്പിക്കുവാനുള്ള അന്നത്തെ സാമൂഹ്യാവസ്ഥയെ ഇത്രയധികം കഠിനമായ രീതിയിൽ, ഇത്രയധികം മൂർച്ചയോടുകൂടി അവതരിപ്പിച്ച കവികൾ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നിശ്ചിതമായ രീതി ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും അതുകളെ നിങ്ങളെത്താൻ എന്നാണ്. ഈ നിയമം ഇതാണ്, നിങ്ങളുടെ ഈ സമ്പ്രദായങ്ങൾ മാറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കും എന്ന് കാലഘട്ടത്തോട് ആഹ്വാനം ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ വല്ലതും പറഞ്ഞ് തെറ്റിപ്പോയിരുന്ന ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ, ഞാൻ എന്റെ ഉദ്ദേശശുദ്ധി കണക്കിലെടുത്ത് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്. അതുകൊണ്ട് ഈ വിജ്ഞാപനം